അനാവശ്യമായിട്ട് വരുന്ന മെയിലുകൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഒരുപാട് മെയിലുകൾ വന്ന് കിടക്കുന്നുണ്ടാകും. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സൈറ്റിൽ നിന്നായിരിക്കും നമുക്ക് ദിവസവും മെയിലുകൾ വരിക. നമുക്ക് ആവശ്യമുള്ളതും അതിലുണ്ടാകും, ആവശ്യമില്ലാത്തതും ഉണ്ടാകും. എന്നാൽ ആവശ്യമില്ലാത്ത അനാവശ്യ സൈറ്റുകളിൽ നിന്നും വരുന്ന മെയിലുകൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും? ഇത് സ്റ്റോപ്പ് ചെയ്യാതിടത്തോളം കാലം നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ഫുള്ളാകും. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു OTPയോ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡോ മെയിലായിട്ട് വരുമ്പോൾ അത് വരികയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ മൊബൈലിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. ഒരുപാട് മെയിലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ മെയിലുകൾ വന്ന് കിടക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരു ട്രിക്ക് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഈ മൊബൈലിലുള്ള ഈ മെയിലുകൾ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആർക്കൈവിലേക്കാണ് പോകുന്നത്, ഡിലീറ്റ് ആകുന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ജനറൽ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്വൈപ്പ് ആക്ഷൻസ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷനുകളുണ്ട്. ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും സ്വൈപ്പ് ചെയ്യുന്നത് ഇവിടെ ആർക്കൈവിലാണ് ഉള്ളത്. ചേഞ്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിലീറ്റ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഞാൻ ലെഫ്റ്റും റൈറ്റും ഇവിടെ ഡിലീറ്റ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് മെയിൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, നേരെ ഡിലീറ്റിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ പെട്ടെന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇവിടെ അത് റീസൈക്കിൾ ബിന്നിലേക്ക്, അതായത് ബിന്നിലേക്ക് വന്ന് കിടക്കുമ്പോൾ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബിൻ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തത് ഇവിടെ വന്ന് കിടക്കും. ഇവിടെ നിന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മെമ്മറി, അതായത് നിങ്ങളുടെ സ്പേസ് നിങ്ങൾക്ക് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കിപ്പോൾ ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട്. ഈ മെയിലുകൾ നമുക്ക് ആവശ്യമില്ലാത്ത മെയിലുകൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം? അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെ 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല കേട്ടോ. മുകളിലുള്ള ആ ഒരു 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസബ്സ്ക്രൈബ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അൺസബ്സ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെയിലുകൾ വരുന്ന ഈ ഒരു സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പിന്നെ ഇനി മെയിലുകൾ വരില്ല. ഓക്കെ, ചിലപ്പോൾ താഴേക്കായിരിക്കും ഉണ്ടാകുക. ഞാനിപ്പോൾ മറ്റൊരു മെയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു മെയിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാണ്. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അൺസബ്സ്ക്രൈബ് എന്ന്. അവിടെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്നും നമുക്ക് ഒരിക്കലും തന്നെ പിന്നെ മെയിൽ വരില്ല. അല്ലെങ്കിൽ താഴെ ഇവിടെ എവിടെയെങ്കിലും ചെറുതായിട്ട് അൺസബ്സ്ക്രൈബ് ഇതുപോലെ എഴുതിയിട്ടുണ്ടാകും, ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ തന്നെ കണ്ടോ, ഇത് അൺസബ്സ്ക്രൈബ് ആയി. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഈ സൈറ്റിൽ നിന്നും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് മെയിൽ വന്ന് ശല്യമാകുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് ശല്യമാകുന്ന ഏതെങ്കിലും സൈറ്റിൽ നിന്നും ഇതുപോലെ മെയിലുകൾ നിരന്തരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഒരു രൂപത്തിൽ അൺസബ്സ്ക്രൈബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ആ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് മെയിൽ വന്ന് ശല്യമാകില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സൈറ്റിലും നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യാതിരിക്കുക. ഇനി സൈൻ ഇൻ ചെയ്യാത്ത മെസ്സേജുകൾ അല്ലെങ്കിൽ മെയിലുകൾ വരുന്നെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. കാരണം നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ആ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും തന്നെ മെയിലുകൾ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.